പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. വേലുണ്ണിക്കുറുപ്പ് സമ്പാദിച്ച കോടികളുടെ ബിസിനസ് 20 കൊല്ലമായി നോക്കി നടത്തുന്നത് ശ്രീധരമേനോനാണ്. വളരെ സത്യസന്ധനായ അദ്ദേഹത്തിന് തൻ്റെ 2 സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സമാധാനപൂർണമായൊരു ദാമ്പത്യം, ഭാര്യ ഭാമയും 2 കുട്ടികളുമായി. ആരുമായും വഴക്കിനോ പിണക്കത്തിനോ പോകാൻ ഇഷ്ടമില്ലാത്ത ശ്രീധരമേനോന് സ്വത്ത് പങ്കുവെക്കുമ്പോൾ കുഞ്ഞച്ചനും കുടുംബത്തിനും ആവശ്യത്തിന് കൊടുക്കുന്നതിലും വിഷമമില്ല. പക്ഷേ അശോകനെ കൊണ്ട് രാജിയെ കെട്ടിച്ചു സ്വത്തടിച്ചു മാറ്റാൻ ഒരുങ്ങുന്ന സരസ്വതി അമ്മയുടെ മനസ്സിലിരിപ്പ് അറിയുന്ന ഭാര്യ ഭാമയ്ക്ക് ദേഷ്യമടക്കാനുമാവുന്നില്ല. രാജിക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണം തൻ്റെ നോട്ടക്കുറവാണെന്നുള്ളത് ശ്രീധരമേനോന്റെ ഉള്ളുലയ്ക്കുന്നുണ്ട്. വായിക്കാം 5-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം. ഒരു നിശ്ചയവും 2 സംശയവും. ഇപ്പോൾ തന്നെ പോണോ, അതോ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയാൽ മതിയോ? ശ്രീധരമേനോൻ ഭാര്യയുടെ മുഖത്ത് അർത്ഥമില്ലാതെ തുറച്ചു നോക്കി. താടി ചൊറിഞ്ഞു. 2-ലൊന്ന് അറിഞ്ഞിട്ട് വേണം അവൾക്ക് സാരി മാറ്റാൻ. സമയം 9:30 കഴിഞ്ഞു. വേഗം നിശ്ചയിക്കൂ. ഭാമയ്ക്ക് ക്ഷമ കെട്ടു തുടങ്ങി. എന്താ ഇത്ര വളരെ ആലോചിക്കാനുണ്ട്. കൊച്ചച്ഛന് സുഖമില്ലാത്ത സ്ഥിതിക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ നാളെ രാവിലെ ഗോൾഫുണ്ട്. ഗോൾഫ് ഒരു ദിവസം വേണ്ടെന്ന് വെച്ചാൽ എന്താ? അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ തുങ്കു ഹംസയുമായിട്ടാണ് അപ്പോയിൻമെന്റ്. കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. മൂപ്പരാണെങ്കിൽ മറ്റന്നാൾ ജനീവയ്ക്ക് പറക്കുകയാണ്. അതിനെന്താ, രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് പോയാൽ മതിയല്ലോ. 7-7:30 ആവുമ്പോഴേക്കും എത്തിയാൽ പോരെ? കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ 4:30 എണീക്കണ്ടേ? അത് പ്രയാസാണ്. തമ്മിൽ ഭേദം ഇപ്പോഴേ പോവാണ്. എന്നാൽ അങ്ങനെ നിശ്ചയിക്ക. വേഗം പുറപ്പെടണം. ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ 12-ന് ഉറങ്ങുമ്പോൾ മണി 1 ആവും. ശ്രീധരമേനോൻ താടി പിന്നെയും തടവി. അല്ലെങ്കിൽ വേണ്ട, നാളെ രാവിലെ മതി. ഇത്തിരി നേരത്തെ എണീക്കണം എന്നല്ലേ ഉള്ളൂ, സാരല്ല. ഇത് അവസാനത്തെ തീരുമാനമാണോ, അതോ നാളെ മതി? നീ പോയി സാരി മാറ്റിക്കും. കുട്ടികളൊക്കെ എവിടെയാ? മുകളിലുണ്ട്, രാജിയുടെ കൂടെ. ഭദ്ര കൊച്ചച്ഛൻ്റെ അടുത്താണോ? അതെ. ശരി, പോണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഞാൻ പുറത്തിറങ്ങി ഇത്തിരി നടക്കട്ടെ. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ചെരുപ്പ് കാലിലിട്ട് പുറത്തു കടന്നു. പോർച്ചിലിരുന്ന് സൊള്ളിയിരുന്ന മുത്തുവും പഴനിയും എഴുന്നേറ്റു. ഡേയ് പഴനി, ഇപ്പൊ പോറതില്ലേ? കാടി ഷെഡിലേ പൊട്ടുക്കോ. ശരി സർ. പോയി പടുത്ത് തൂങ്ക്. കാലായിലെ 4 മണിക്ക് കിളമ്പണം. ശരി സർ. പോർച്ച് വലം വെച്ച് ഡ്രൈവേയിലൂടെ നടന്ന് ഉദ്യാനത്തിലേക്ക് ഇറങ്ങി. പുൽത്തകടിയിലെ നനവ് ചെരുപ്പിൻ്റെ അടിയിലൂടെ വിരലുകളിലേക്ക് ഏറ്റപ്പോൾ സുഖം തോന്നി. മുകളിലെ ഹാളിൽ വിളക്കുണ്ട്. പിള്ളേരിരുന്ന് സൊള്ളുകയാവും. രാജിക്ക് ഇന്ന് ഇത്തിരി ഉത്സാഹം കാണാനുണ്ട്. അവളുടെ വല്ലായ്മയൊക്കെ ഒന്ന് വേഗം നീങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു. പാവം പെണ്ണ്. കൊച്ചച്ഛൻ്റെ മുറിയിലെ പ്രകാശം പെട്ടെന്ന് മങ്ങി. ഭദ്ര വലിയ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്തതാകും. കൊച്ചച്ഛന് ഉറങ്ങേണ്ട സമയമായി. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഉറക്കത്തിനുള്ള ഗുളിക കഴിക്കാൻ കൂട്ടാക്കുകയുമില്ല. എന്നും ഭദ്രയുമായി സമരമാണ്. അവളെക്കൊണ്ട് മാത്രമേ കൊച്ചച്ഛൻ്റെ പാകത്തിന് നിൽക്കാൻ സാധിക്കൂ. സുഖകരമായ കാറ്റ്. നടക്കാനല്ല, ഇരിക്കാനാണ് തോന്നുന്നത്. പൂവാക ചോട്ടിലുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു. ഗാർഡൻ ലാമ്പിന്റെ വെളിച്ചം ശല്യപ്പെടുത്താത്ത അറ്റത്ത്. 4 മണിക്ക് എണീറ്റ് പോണം. ബോറ്. തുങ്കു ഹംസയുമായിട്ടുള്ള അപ്പോയിൻമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഗോൾഫ് ക്യാൻസൽ ചെയ്യാമായിരുന്നു. കളി വൈകുന്നേരവും ആവാമല്ലോ. ഇതാണെങ്കിൽ മൂപ്പർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണപ്പോ ആവശ്യം? വല്ല ഭൂമിപുത്ര ഇടപാടിനും ആയിരിക്കും. സകല തുങ്കുമാരും ഇപ്പോൾ വ്യവസായത്തിന് ചാടി പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഹംസയാണെങ്കിൽ സുൽത്താന്റെ അനിയന്റെ മകൻ, വ്യവസായ മന്ത്രിയുടെ സ്വന്തം ആള്. ഭൂമിപുത്രന്മാർക്ക് വേണ്ടി പുതിയ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് തുടങ്ങാൻ ആലോചനയുണ്ടെന്ന് കേട്ടുവല്ലോ. അതിന്റെ ചെയർമാൻ മൂപ്പരായിരിക്കാൻ ഇടയുണ്ട്. അത് വല്ലതുമായിരിക്കും. എന്തോ ആവട്ടെ, പഴയ സ്റ്റേബിളിന്റെ കാര്യമാവാതിരുന്നാൽ മതി. കുതിരക്കളി കൊള്ളാം, പക്ഷെ സ്റ്റേബിൾസ് അത് പറ്റില്ല. മോഹമില്ലാഞ്ഞിട്ടല്ല, റേസ് ഹോഴ്സ് ഓണർ എന്ന പദവി മാത്രമേ ഇല്ലാതുള്ളൂ. ടർഫ് ക്ലബിൽ സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ മിസ്റ്റർ മേനോൻ, കുതിരയൊന്നും വാങ്ങുന്നില്ലേ? നിങ്ങളുടെ സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് അതൊക്കെ വേണ്ടേ? എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും.
സ്റ്റാറ്റസിന് വേണ്ടതാണ്. തുങ്കു ഹംസ പലതവണയായി പറയുന്നു. പങ്കുചേർന്ന് ഒരെണ്ണം തുടങ്ങാം. ഇംഗ്ലണ്ടിൽ നിന്ന് കുറേ കോർട്ടുകളെ വാങ്ങാം. ഒരു ട്രെയിനറേയും വരുത്താം. ചെയ്താലോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ധൈര്യം വരുന്നില്ല. കൊച്ചച്ഛന് തീരെ ഇഷ്ടമാവില്ല. റേസിങ്ങിന് പോകുന്നതിൽ തന്നെ അമർഷമുണ്ട്. അത് പിന്നെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. വലിയവർ എത്തുന്നിടത്ത് എത്തണമല്ലോ എന്ന വാദം സ്വീകരിച്ചിരിക്കുകയാണ്. ഓരോ തവണയും നഷ്ടപ്പെടുന്നത് എത്രയാണെന്ന് അറിഞ്ഞാൽ കൊന്നുകളയും. ഈയിടെയായി കുറെ കൂടുതലാണ്. തുങ്കുവിനോളമില്ലെന്ന് സമാധാനിക്കാം. തുങ്കു പൊളിയാനായി കളിക്കുകയാണ്. മൈൽഡ് ഫ്ലർട്ടർ എന്ന് പറയും. അങ്ങനെ ഒരു വിദ്വാനെ പിടിച്ചാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ തലവനാക്കുന്നത്. വെറും പ്ലേ ബോയ് ആണ്. പുതിയ കാറുകൾ, പുതിയ ഭാര്യമാർ. എന്തായാലും ശരി, ഒഴിഞ്ഞു മാറണം എങ്ങനെയെങ്കിലും. ഭാമയ്ക്കും അയാളെ അടുപ്പിക്കുന്നത് ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ ഡിന്നറിന് ക്ഷണിച്ചപ്പോൾ ഭാര്യയ്ക്ക് പകരം പുതിയ ഗേൾഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നതാണ് കാരണം. തായ്ലൻഡിൽ നിന്നും കിട്ടിയതാണത്രേ. വല്ല ബാറിൽ നിന്നുമായിരിക്കുമെന്ന് കണ്ടാൽ തന്നെ അറിയാം. സ്വതേ തായ് പെൺകുട്ടികൾക്ക് ഒതുക്കവും കുലീനതയുമുണ്ട്. ഇതായിരുന്നില്ല മോഡൽ. ചെറ്റ തറവാടിയാവാൻ ശ്രമിക്കുന്നത് പോലെ ഹൈ സൊസൈറ്റി ഭാവം നടിക്കാൻ യത്നിക്കുകയായിരുന്നു. ഏതാണ്ട് മണിക്കുട്ടിയെ പോലെ. നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു സുഖുവിന്റെ ഒപ്പം. അവനും വേണ്ട ഒരു മര്യാദയൊക്കെ. കൊച്ചച്ഛനെ കാണാനാണ് വരുന്നത്. ഞാനുണ്ട്, ഭദ്രയുണ്ട്. ഇതൊന്നൊന്നും ആലോചിക്കാതെ ഇങ്ങനെ തോന്നിയാസം കാണിച്ചാലോ? നാളെ ആവട്ടെ, ഫോൺ ചെയ്ത് 4 പറയണം. കോലാലംപൂരിൽ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, കണ്ണടയ്ക്കാം. പക്ഷെ ഇവിടെ അതിത്തിരി കടന്ന കയ്യാണ്. ഉണ്ണിയുടെയും അവിടെ ചെന്നിരുന്നു അത്രേ. കുട്ടമ്മാമനും കൂടെ ഇരുന്നു എന്ന് ഒരു സമാധാനം. എന്നാലും കുട്ടമ്മാമനൊരു വിചിത്ര ജീവി തന്നെ. തൊലിക്കെട്ടി സമ്മതിക്കണം. അല്ലെങ്കിൽ ജന്മ സ്വഭാവമാണ്, മാറ്റിയാൽ മാറില്ല. കാശാണ് കുട്ടമ്മാമന്റെ ദൈവം. എന്തൊക്കെ ഗുലുമാലാണാവോ ആ മൂപ്പര് സൃഷ്ടിക്കാൻ പോണത്. ഭാസ്യയെ കുത്തിയിളക്കിയത് വേറെ ആരും ആവാനിടയില്ല. ഹോക്കും മൂപ്പരുമായി എന്തൊക്കെയോ ഇടപാടുണ്ട്. ഓരോ നീക്കവും സൂക്ഷിക്കണം. ഭാസ്യ കുട്ടിക്കൊരങ്ങൻ. ചോറ് മാന്തി കൈ പൊള്ളുന്നതായിരിക്കും അവനുള്ള ഒരേ ഒരാദായം. താൻ പറഞ്ഞത് കേട്ട് മിണ്ടാതിരുന്നാൽ മതി. സിമന്റ് ഫാക്ടറി അവനെ ഏൽപ്പിക്കാൻ കൊച്ചച്ഛൻ സമ്മതിച്ചതാണ്. ശരിപ്പെട്ട് വരാൻ ഇത്തിരി സമയം പിടിക്കുമായിരിക്കും. അപ്പോഴേക്കും അവന് ധൃതിയായി. എങ്ങനെയെങ്കിലും കൊച്ചച്ഛനോട് പറഞ്ഞ് വസ്തു കൊടുപ്പിച്ചാൽ അത് ചീനം കൊണ്ട് പോയത് തന്നെ, സംശയമേ ഇല്ല. 2 ദിവസം കൂടെ കൊണ്ടു നടന്നു. 3-ാം ദിവസം ചീനൻ അവനെ കൈക്കല കൂടാതെ പുറന്തള്ളും. അതവൻ അറിഞ്ഞുകൂടാ. പാവത്താൻ. ആരോ കണ്ണടച്ചതുപോലെ തോന്നി. മുകളിലെ വിളക്ക് കെട്ടതാണ്. പിള്ളേരെ കിടക്കാനുള്ള പുറപ്പാടായിരിക്കാം. കുട്ടികളൊപ്പമുണ്ടെങ്കിൽ രാജിയുടെ വിഷമത്തിന് ഇത്തിരി കുറവുണ്ടാവും. പക്ഷേ അവർക്കിവിടെ നിൽക്കാനൊക്കില്ലല്ലോ. സ്കൂളില്ലേ? ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഭദ്രയുടെ കാര്യം ആലോചിക്കണമല്ലോ. എന്നാലും എന്തൊരു യോഗം. അവൾക്ക് അന്ന് അങ്ങനെ, മകൾക്ക് ഇന്ന് ഇങ്ങനെ. ഒരു തരത്തിൽ വിധിയാണെന്ന് തോന്നുന്നു. കൊച്ചച്ഛൻ വളരെ ആലോചിച്ച് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ്. എന്നിട്ടും ഭദ്രയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ഇതാരും അറിയാതെ രാജി സ്വമേധയാ. രാജിയുടെ കാര്യത്തിൽ വിധിയെ മാത്രം പഴിക്കുന്നത് ശരിയല്ല. താനും കുറ്റക്കാരനാണ്. അത് ആലോചിക്കുമ്പോഴാണ് നെഞ്ച് തകരുന്നത്. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ രാജിക്ക് കുഴപ്പം നേരിടുമായിരുന്നില്ല. താങ്കളുടെ മരുമകൾ വഴി പിഴച്ചു പോകുകയാണ്. ഇപ്പോഴേ തടുത്തില്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കാറാവും. കലൈക്കോവിലിന്റെ പ്രിൻസിപ്പാൾ എഴുതി. കത്ത് കിട്ടിയതും വിമാനം കയറേണ്ടതായിരുന്നു. അവർ എഴുതിയത് കണക്കിലെടുക്കേണ്ടിയിരുന്നു. സിനിമാ ലോകം അറിവുറയ്ക്കാത്ത പെൺകിടാങ്ങളുടെ മതിഭ്രമിക്കുന്ന മായാലോകമാണ്. അതേപോലെ നിർദ്ദയവും ഭയങ്കരവും. രാജേശ്വരിയുടെ കലാവാസനയിലല്ല, അവളുടെ സൗന്ദര്യത്തിലാണ് അവരുടെ നോട്ടം. ഒരുപക്ഷെ നിങ്ങളുടെ സമ്പത്തിലും കണ്ണുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. അത്രത്തോളം എഴുതിയിട്ടും ഗൗരവത്തിലെടുത്തില്ല. ആരോടും ആലോചിക്കാൻ നിൽക്കാതെ പോകേണ്ടതായിരുന്നു. സുഖുവിന്റെ വാക്ക് കേട്ടതാണ് പിശകിയത്. അവളെ മദിരാശിക്ക് പറഞ്ഞയച്ചതേ അവന്റെ ശാഠ്യം കൊണ്ടായിരുന്നു. എല്ലാം പിഴച്ചു. അമ്മാമന്റെ മാത്രമല്ല, അച്ഛന്റെ കൂടിയും കർത്തവ്യം നിർവഹിക്കേണ്ടവനാണ് താൻ. അതോർത്തില്ല. ഒന്ന് സംശയിച്ചു നിന്നു. കൊച്ചച്ഛനും പറഞ്ഞു, സാരില്ല, അവൾക്കതില്ല ഭാഗ്യം എന്ന് വെച്ചാലോ. നിന്റെ അച്ഛന്റെ പാരമ്പര്യ. അച്ഛന് നാടകം, മോളുടെ മോൾക്ക് സിനിമ, അത്രയേ ഉള്ളൂ.
പക്ഷേ സിനിമ അത്ര മോശമൊന്നുമല്ലല്ലോ. അതാ ഞാൻ പറയണത് കൊച്ചച്ച, സുഖു പിടിമുറുക്കി. സിനിമയിൽ ചേരണത് മോശമാണെന്നുള്ളതൊക്കെ പണ്ടത്തെ ധാരണയാണ്. ഏതായാലും ചേർന്നില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടെന്താ കാര്യം? അന്ന് സ്വല്പം കൂടി ഉറച്ചു നിന്നാൽ മതിയായിരുന്നു, ചെയ്തില്ല. കൊച്ചച്ഛന്റെ വാക്കു മറയ്ക്കാൻ ശ്രീധരമേനോൻ നെടുവീർപ്പിട്ടു. രണ്ടാമത്തെ തവണയാണ് കൊച്ചച്ഛന് പിഴയ്ക്കുന്നത്. ആദ്യം ഭദ്രയുടെ കാര്യത്തിൽ, ഇപ്പോൾ രാജിയുടെ കാര്യത്തിലും. ഒന്നിലും തെറ്റുപറ്റാത്ത വർത്തമാനവും പൊട്ടിച്ചിരിയും. നോക്കിയപ്പോൾ കുട്ടികളാണ്. വത്സല, രാജി, രമണി കൈകോർത്ത് കാറ്റുകൊള്ളാൻ വന്നതാവും. ചിരിക്കുന്നത് രമണിയാണ്. വത്സല എന്തൊക്കെയോ പറയുന്നു. രാജി മൗനമാണ്. വത്സലയെ സൂക്ഷിക്കേണ്ട കാലമായി. ആ ചിങ്കളൻ ഹോക്കി കളിക്കാരനുമായിട്ടുള്ള അടുപ്പം കുറെ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അവന്റെ പെങ്ങൾ ഇവളുടെ സ്നേഹിതയാണെന്നാണ് വെപ്പ്. ഏതായാലും അങ്ങോട്ടും ഒന്ന് കണ്ണെത്തണം. പൊട്ടിച്ചിരി പക്ഷെ പാതിക്ക് നിന്നു. അവർ തന്നെ കണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. കുട്ടികളല്ലേ, ഇവിടെ വരീൻ. അവർ ഒന്ന് സംശയിച്ചു നിന്ന് സാവധാനത്തിൽ സമീപിച്ചു. രമണി രാജിയുടെ പിറകിലേക്ക് നീങ്ങി നിന്നു. പാവത്തിന് തന്നെ കണ്ടാലേ പേടിയാണ്. എന്താ, കിടക്കാറായില്ലേ നിങ്ങൾക്ക്? കിടക്കാൻ പോവന്നെയാണ്, വത്സലയാണ് മറുപടി പറഞ്ഞത്. ബട്ട് വി തോട്ട് ഇത്തിരി കാറ്റുകൊള്ളാന്ന്. മോളില് വളരെ സ്റ്റഫി. പിന്നെന്താ തിരിച്ചു പോകാൻ പുറപ്പെട്ടത്? ഡാഡി ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചു. നെവർ മൈൻഡ്, നിങ്ങൾ ഇരുന്നോളി, ഡാഡി അകത്തേക്ക് പൊയ്ക്കൊള്ളാം. നോ, വി ആർ ഗോയിങ്. വത്സല രമണിയോട് ആംഗ്യം കാട്ടി. കം, ലെറ്റ്സ് ഗോ. കുട്ടികൾക്ക് തന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധൃതിയാണ്. ഡി രമണി, നിന്റെ അമ്മയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ? നോ. നീ വല്ലതും പഠിക്കുന്നുണ്ടോ? ഉവ്. എന്തുവ്? നിന്റെ അച്ഛനൊന്നും അന്വേഷിക്കാറില്ല എന്ന് എനിക്കറിയാം. നീയും തെണ്ട് നടക്കാണ് അല്ലേ? അതൊന്നും അല്ല വല്യച്ഛ. ഐ എം സ്റ്റഡി ഹാർഡ്. ഹാർഡോ ഹാർഡ്ലിയോ? പഴയ ഫലിതമാണെങ്കിലും കുട്ടികൾ ചിരിച്ചു. ശരി, പൊയ്ക്കോളീൻ. അവർ ബന്ധപ്പെട്ട് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് തോന്നി രാജിയോട് 2 വാക്ക് സംസാരിക്കണമെന്ന്. അവളെ വിളിച്ചു. രാജി, നിൽക്ക്, എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. വത്സലയും രമണിയും പൊയ്ക്കോളീൻ. ചേച്ചി 5 മിനിറ്റിനകം വരും. കുട്ടികൾ തലയാട്ടി പതുക്കെ തിരിച്ചുപോയി. ആകെ രസം കെട്ടതുപോലെ. നീ ഇവിടെ ഇരിക്കെ. രാജി അനുസരിച്ചു. അവൾ ധൈര്യം ഭാവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടെന്ന് തോന്നി. പെണ്ണെപ്പോഴും അങ്ങനെയാണ്. തൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൾക്ക് പരിഭ്രമമാണ്, ഭയമാണ്. കാര്യമുണ്ടായിട്ടല്ല. ഇന്നുവരെ അവളെ ശകാരിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടില്ല. വത്സലയെയും രവിയെയും പൊതുവെ ശകാരിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോന്ന് കൊടുക്കുകയും പതിവുണ്ട്. രാജിയോട് കറുത്തിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നാലും അവൾക്ക് തന്നെ ഭയമാണ്. സുഗുവിനോട് കളിച്ചും ചിരിച്ചും വർത്തമാനം പറയും. തന്നോട് അതൊന്നുമില്ല. സുഗുവിന്റെ പ്രകൃതി പിന്നെ അങ്ങനെയാണ്. നീ ലൈസൻസ് എടുത്തു അല്ലേ? നിനക്ക് എന്ത് കാറാ ഇഷ്ടം എന്ന് ചോദിക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. എനിക്കിപ്പോ കാറൊന്നും വേണ്ട. വേണമെന്ന് മുത്തശ്ശൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഏത് മേക്കാ വേണ്ടതെന്നേ തീരുമാനിക്കണ്ടു. എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾ റൈറ്റ്, അടുത്ത തവണ കെയിലിൽ വരുമ്പോൾ ഷോറൂംസിലൊന്ന് പോയി നോക്കിക്കോ. സുകുമാമയും വിളിച്ചു. അവനാ അതിനൊക്കെ നല്ലത്. എന്നിട്ട് നിശ്ചയിക്കാം. അവൾ തലയാട്ടി. നിനക്ക് വേറെന്തെങ്കിലും വേണ്ടതുണ്ടോ? ഇല്ല. ഇനി എന്താ ചോദിക്കുക? പറയുക. വിശേഷിച്ചെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അല്ല വിളിച്ചിരുത്തിയത്. കാറിന്റെ കാര്യം വെറുതെ പറഞ്ഞുവെന്നേ ഉള്ളൂ. അവൾക്കൊരു ധൈര്യം കൊടുക്കണം. അതിനെ ഇടയ്ക്കൊക്കെ അടുത്ത് വിളിച്ചിരുത്തി വല്ലതും പറയണം, അത്രമാത്രം. ശരി, ഇത് ചോദിക്കാനാ നിൽക്കാൻ പറഞ്ഞത്. പോയി കിടന്നോ. അവൾ എഴുന്നേറ്റ് പോയി. പതുക്കെയാണ് നടന്നിരുന്നത്. എങ്കിലും ശിക്ഷിക്കാൻ വിളിച്ച ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥിനിയുടെ തിടുക്കമുണ്ടായിരുന്നു ആ നടത്തത്തിൽ. ഗാർഡൻ ലാമ്പിന്റെ അവിടെ കൽപ്പടവുകൾ കയറി രാജി പോർച്ചിലേക്ക് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീധരമേനോൻ ബെഞ്ചിൽ നല്ലതുപോലെ ചാരിയിരുന്നു. കാലു നീട്ടി, കൈകൾ കോർത്തു പൊട്ടിച്ചു. ശരിയാണ്, പെണ്ണിനെ ഇത്തിരി തെളിച്ചം വെച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെ മാറിപ്പോയി. സദാ കുലുങ്ങി ചിരിച്ചുകൊണ്ട് മഞ്ഞക്കുരുവിയെ പോലെ പാറി നടന്നിരുന്ന കുട്ടിയാണെന്ന് തോന്നില്ല ഇപ്പോൾ കണ്ടാൽ. വാടിയ അലറിപ്പൂ പോലെ ആയിരിക്കുന്നു മുഖം. പണ്ട് എത്ര പ്രസന്നമായിരുന്നു. നിർമ്മലമായ മനസ്സാണ്. സാധു.
ഭദ്രയെ പോലെ തന്നെ പാവമാണ്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വിശ്വസിക്കും. വായിൽ വിരലിട്ടാൽ കടിക്കാൻ അറിയില്ല. പൊട്ടിപ്പെണ്ണ്. അതല്ലേ ഇങ്ങനെ പറ്റിയത്. എന്താ ചെയ്യുക? യോഗം. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ കരയാനാണ് വിധി. രാത്രി മുഴുവൻ കരച്ചിലാണെന്നാണ് ഭദ്ര പറയണത്. പകല് ധൈര്യം ഭാവിക്കുന്നു, അമ്മയും മറ്റുള്ളവരെയും വേദനിപ്പിക്കാതിരിക്കാൻ. അതുകൊണ്ട് എന്ത് കാര്യം? കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഉള്ളിലെ നൊമ്പരം. മനസ്സിൽ തീ മലയാണ്. എന്നാലും അവൾക്കിത് വരേണ്ടിയിരുന്നുവോ? ഒരുത്തർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. ഈ പച്ചപ്പാവത്തിനെ ആർക്കെങ്കിലും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും മനസ്സു വരുമോ? പിശാചുക്കൾക്കല്ലാതെ. വാസുദേവൻ നായർ, അയാളെപ്പറ്റി വിചാരിക്കുമ്പോൾ കാലിൽ നിന്ന് തരിച്ചു കയറുകയാണ്. കയ്യിൽ കിട്ടിയാൽ തനി പിശാചായിരിക്കണം അയാൾ. രാജി എഴുതാറുള്ളപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്, ഇത്ര നല്ല മനുഷ്യരെ ദൈവം സൃഷ്ടിക്കാറില്ലെന്ന്. സൃഷ്ടിച്ചാലും അവർ സിനിമാ ലോകത്തിൽ പ്രവേശിക്കാറില്ലെന്ന്. എങ്കിലും താരതമ്യേന നല്ലവനാവും എന്ന് കരുതി. മലയാളിയാണ്, കുടുംബത്തിൽ പിറന്നവനാണ്, പ്രായം വന്ന ആളാണ്, ഭാര്യയും 2-3 കുട്ടികളും ഉള്ളവനാണ്. അതുകൊണ്ട് അവൾക്കൊരു തണലായിരിക്കുമെന്ന് കരുതി സമാധാനിച്ചു. ചുണ്ടത്ത് വെണ്ണ വെച്ചാൽ ഉരുകാതെ ചിരിക്കുന്നവരെ വിശ്വസിക്കരുതെന്ന് അറിയായികയല്ല. എന്നിട്ടും ശങ്കിച്ചില്ല. ചെന്നായയും പുലിയും മനുഷ്യവേഷം ധരിച്ചു നടക്കുന്ന കൊടുങ്കാടാണ് സിനിമയിലെ സാമ്രാജ്യം എന്ന് പലരും ഉപദേശിച്ചു. എന്നിട്ടും ശങ്കിച്ചില്ല. തൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഇതാണ്. സംശയിക്കേണ്ടവരെ സംശയിക്കില്ല. എല്ലാവരും നേരെ വാ നേരെ പോ എന്ന മട്ടുകാരല്ലെന്ന് മനസ്സിലാക്കാത്തത് മഹാ തകരാറാണ്. ഭാമ അന്നേ പറഞ്ഞു, ഒന്ന് പോയി നോക്കിയിട്ട് വരൂ, എന്തൊക്കെയാണ് ചുറ്റുപാടുകളെന്ന്. ആ പോവാം, സൗകര്യം കിട്ടട്ടെ. ഇതിന് ഇത്രയൊക്കെ സൗകര്യം വേണോ? ഒന്ന് മദ്രാശി പോയിട്ട് വരാൻ. ഇവിടെ ഒന്ന് കൈയൊഴിയട്ടെ. എന്തോരൽപ്പത്തരമായി പോയി. കൈയൊഴിയാഞ്ഞിട്ടൊന്നും അല്ല, വേണമെങ്കിൽ സമയമുണ്ടാക്കാനാണോ പ്രയാസം? ബിസിനസ് കാര്യത്തിന് എവിടെല്ലാം പോണു? ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ, പിന്നെയാണോ മദ്രാശിയിലൊന്ന് പോയി വരാൻ? പക്ഷേ സംഗതി അതായിരുന്നില്ല. വാശി. പെണ്ണ് ഒരു വാക്ക് ചോദിക്കാതെ താന്തോന്നിത്തം കാണിച്ചതല്ലേ. പോയി അന്വേഷിക്കൊന്നും വേണ്ട. അവൾക്ക് അത്രയ്ക്കാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആവട്ടെ. വൈരാഗ്യമായിരുന്നു ഉള്ളില്. കൊച്ചു പെണ്ണിനോട് കഷ്ടം. അല്പത്തരമായിപ്പോയി. അല്പത്തരം തന്നെയായിപ്പോയി. അന്നൊന്ന് പോയി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും മൂക്കില്ലായിരുന്നു. തൻ്റെ ബുദ്ധിമോശം അവളുടെ തലയിലെഴുത്തും. എന്നാലും വല്ലാത്ത തലയിലെഴുത്ത് തന്നെയാണ് പെണ്ണിൻ്റെ. മദിരാശിയിൽ ഭേദപ്പെട്ട എത്രയോ ചെറുപ്പക്കാരെ കണ്ടുമുട്ടിയിരിക്കും, അല്ലെങ്കിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും കല്യാണം കഴിച്ചു 2-3 കുട്ടികളുള്ള ഒരു മധ്യവയസ്കനെ സ്നേഹിക്കാൻ തോന്നിയത് വിധി വൈപരീത്യം തന്നെയാണ്. അല്ല, പ്രേമത്തിന്റെ ലഹരി തലയ്ക്ക് കയറണത് എപ്പോഴാന്നറിയില്ലല്ലോ. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, തലച്ചോറില്ല, ആവേശമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തടുക്കാൻ വയ്യാത്ത ഒരു ശക്തിയാണത്. പ്രത്യേകിച്ച് അവളുടെ പ്രായത്തിൽ. സൂക്ഷിക്കേണ്ട പ്രായം. വത്സലയെ ഒന്ന് ചരടിട്ട് പിടിക്കണം. ഭാമ കുറച്ച് ദിവസമായി പറയുന്നു. ആർക്കും ഒന്നും അറിയില്ലെന്നാണ് പെണ്ണിന്റെ വിചാരം. അമ്മമാർക്ക് ഇതൊക്കെ മണത്തറിയാൻ കഴിയുമെന്ന സത്യം അവൾക്ക് ഇപ്പോഴറിയില്ലല്ലോ. കുലരാജ, ചീങ്കളൻ, തൊട്ട് കണ്ണെഴുതാവുന്ന കറുപ്പ്. ആൾ നല്ലവനായിരിക്കാം, ഭാമ പറഞ്ഞു. പക്ഷെ നമുക്ക് ചേരില്ല. അടുപ്പം വർദ്ധിക്കുന്നതിന് മുമ്പ് നിയന്ത്രിക്കുന്നതാണ് നല്ലത്. അച്ഛനൊന്ന് വിളിച്ച് ശാസിച്ചാൽ മതി. ഇതേവരെ അത് ചെയ്തില്ല. ഇനി ഏതായാലും വൈകിക്കരുത്. രാജിയുടെ കാര്യത്തിലേ അവൾ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. ഇത്തവണയെങ്കിലും കാലൊച്ച. വീണ്ടും ആരോ വരുന്നു. ഓ, ഭാമയാണ്. എന്താ കാണാത്തത് എന്ന് അന്വേഷിക്കാനാവും. ഏതായാലും ദീർഘായുസുണ്ട്. ഇപ്പോൾ അവളെപ്പറ്റി ആലോചിച്ചതല്ലേ ഉള്ളൂ. എന്താ, വെളിച്ചാവുന്നവരെ ഇവിടെ ഇരിക്കാനാണോ ഭാവം? അങ്ങനെ ഒരു ആലോചന. കിടന്നാലും ഉറങ്ങാൻ നേരമില്ല, പിന്നെന്തിനാ കിടക്കണത്? ശ്രീധരൻ ചിരിച്ചു. അല്ല, കിടന്നിട്ട് വേണമല്ലോ നിനക്ക് തലയണ മന്ത്രം തുടങ്ങാൻ. മന്ത്രം ചൊല്ലിയാൽ ഫലമുള്ള ഒരാളും. അവൾ അടുത്തെത്തി. മഞ്ഞ് വീഴാറായി തുടങ്ങി. നീ ഇവിടെ ഇരിക്കണ്ട. ആയിട്ടില്ല, ചുറ്റുമൊന്ന് നോക്കി. നീ ഇത്തിരി ഇരുന്നു. ശരി. അവൾ ബെഞ്ചിന്മേൽ അകത്തും അകലെയുമല്ലാതെ ഇരുന്നു. എന്താ ഇത്ര വലിയ ഒരു ആലോചന? ഓരോന്നങ്ങനെ ആലോചിച്ചു. അതെന്താന്നാ ചോദിച്ചത്? വൈകുന്നേരം ഉണ്ണിയുമായി ഇശി നേരം വർത്താനം പറയണതും കണ്ടുല്ലോ. എന്താ സംഗതി? സംഗതി എന്താ? പഴയത് തന്നെ, ഭാസിയുടെ കാര്യം.
അത് കുറച്ചും കൂടി വളർന്നിരിക്കുന്നു. പുലാവ് നൂറുകൊണ്ട് നിൽക്കുന്നെന്ന് തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും ഭാഗം വേണമെന്നാണ്. ഭാഗോ? അതിനിത് തറവാട്ട് സ്വത്തല്ലല്ലോ. കൊച്ചച്ഛൻ്റെ ഇഷ്ടം പോലെയല്ലേ എല്ലാം. അതെ, കൊച്ചച്ഛനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും വേണ്ടത് കൊടുപ്പിക്കണം എന്ന്. അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. രക്തബന്ധം ഉള്ളവരല്ലേ. അതെ അതെ, അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നി. അവരല്ലേ കൊച്ചച്ഛനെ നോക്കണതും കൊച്ചച്ഛൻ്റെ സ്വത്തുകളൊക്കെ കൊണ്ടു നടക്കണതും. തീർച്ചയായും കൊടുക്കണം. എന്തിനാ പങ്ക് മാത്രം ആക്കണത്? മുഴുവൻ അങ്ങോട്ട് കൊടുക്കണം. എന്നാലേ കുഞ്ഞമ്മയുടെ വയറ് നിറയൂ. എന്നിട്ട് നമ്മളൊക്കെ ഉടുതുണിയായിട്ട് ഇറങ്ങിപ്പോണം. അപ്പോഴേക്കും തുടങ്ങി നീ. ശ്രീധരമേനോൻ ഭാര്യയുടെ തോളത്ത് സ്പർശിച്ചു. ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ. കുട്ടികൾ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്താ? ഉറക്ക പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ഭാമ നീങ്ങിയിരുന്നു. എന്താ അത്ര സ്വകാര്യം? സ്വകാര്യമൊന്നുമല്ല, എന്നാലും വിളിച്ചു കൂവണോ? അങ്ങനെയൊന്നും അന്യായമായിട്ട് ചോദിക്കണില്ല കുഞ്ഞമ്മ. കൊച്ചച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധു കുഞ്ഞച്ഛനാണ് അല്ലേ? ആ നിലയ്ക്ക് കൊച്ചച്ഛൻ്റെ സ്വത്ത് അനുഭവിക്കാൻ അവർക്ക് ന്യായമുണ്ടല്ലോ. കൊച്ചച്ഛന് സ്വന്തം മക്കളില്ലാത്ത സ്ഥിതിക്ക്. സ്വന്തം മക്കളെന്ന് പറഞ്ഞാൽ രക്തബന്ധം ഇല്ല എന്നല്ലേ ഉള്ളൂ. നമ്മളല്ലേ കൊച്ചച്ഛന് ഏറ്റവും അടുപ്പം, പ്രത്യേകിച്ചും ഇവിടെ ഒരാളും ഭദ്രയും. അതല്ലാന്ന് അവരും പറയണില്ല. നമുക്ക് തരണ മാതിരി അവർക്ക് ന്യായമായി കൊടുക്കണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. കൊതി കുറേ കൂടുതലാണ്. കുറച്ചൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ ചോദിച്ചത് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. കുഞ്ഞമ്മയുടെ ദൂരെ ചില്ലറയൊന്നും അല്ല. നിനക്ക് പണ്ടേ കുഞ്ഞമ്മയെ കണ്ടുകൂടല്ലോ ഉള്ളോണ്ട്. കണ്ടുകൂടായികയല്ല, എനിക്കെന്താ കണ്ടുകൂടായിക? പക്ഷെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവൂ. ഇവിടെ ഒരാളാണെങ്കിൽ സാധൂലും വെച്ച് സാധുവാണ്. കുഞ്ഞച്ഛനെ പോലെ തന്നെയാണ് കുഞ്ഞമ്മ എന്നാണ് ധാരണ. അങ്ങനെയുള്ള ധാരണയൊന്നുമില്ല. ഉണ്ട്. എല്ലാവരും നേരെ പോ എന്നാണ് വിചാരം. അതുകൊണ്ടാണ് ഇവിടെ ഒരാളെ എല്ലാവർക്കും പറ്റിക്കാൻ കഴിയണത്. ഇത്തിരി സൂത്രവും പിടിപ്പുമൊക്കെ വേണം. എനിക്കില്ലെങ്കിലും നിനക്കുണ്ടല്ലോ. ശ്രീധരമേനോൻ ചിരിച്ചു. ഇനി കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാം. നീ നോക്കി നടത്തിക്കോ. എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നടത്തും, അസ്സലായിട്ട് നടത്തും. ഭാമ കഴുത്തുനിന്ന് വെട്ടിച്ചു. അതുപോട്ടെ. എന്നിട്ടിപ്പോൾ എന്താ പൊസിഷൻ? ഉണ്ണിയും കരുണനുമായിട്ട് സംസാരിച്ചു. ന്യായമായിട്ട് എന്തെങ്കിലും ചിലത് ഇപ്പോഴേ ചെയ്തു വെക്കാണ് നല്ലതെന്നാണ് മൂപ്പരുടെ അഭിപ്രായം. ന്യായമായിട്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒന്നും ആലോചിച്ചിട്ടില്ല, ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അല്പനേരം മൗനം പൂട്ടിയിരുന്ന ശേഷമാണ് അവൾ മറുപടി പറഞ്ഞത്. എന്തോ എനിക്കിതപ്പാടെ പിടിക്കണില്ല. അതൊന്നും ചോദിക്കണ്ട. ഇതിനെപ്പറ്റി ഒന്നും അവരോട് ചോദിക്കാനേ പോണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൊച്ചച്ഛൻ എങ്ങനെയാ വില്ലിൽ എഴുതി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. കൊച്ചച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇങ്ങനെ പോട്ടെ, അതാ നല്ലത്. നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് മറ്റുള്ളവരും കൂടി സമ്മതിക്കണ്ടേ? എന്തിനാ അവരുടെ സമ്മതം? സ്വത്ത് കൊച്ചച്ഛൻ്റെ അല്ലേ. പോയി കേസ് കൊടുക്കട്ടെ വേണമെങ്കിൽ. അങ്ങനെയല്ല, തർക്കിച്ചാൽ ലീഗലായിട്ട് അവർക്കൊരവകാശവും ഇല്ല. ഒന്നും കൊടുക്കുകയും വേണ്ട. സമ്മതിച്ചു. പക്ഷേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വഴക്കും അലോക്യമാവും. എന്നാലെന്താ? തെറ്റ് നമ്മുടെ പേരിലല്ലല്ലോ. തെറ്റിൻ്റെ ശരിയുടെയും കാര്യം മാത്രമല്ല, അലോക്യവും വഴക്കവും കൂടാതെ കഴിയണം. നമുക്കിപ്പോൾ ഇത്തിരി കുറഞ്ഞാലും തരക്കേടില്ല, ധാരാളം ഉണ്ടല്ലോ. ഇതാണ് ഇവിടെ ഒരാളുടെ പ്രകൃതിയെന്ന് അവർക്കറിയാം. അതാണ് ഇതിനൊക്കെ പുറപ്പെടണത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ശുദ്ധനായ ഒരാളല്ല ഇപ്പുറത്തുനിന്നുണ്ടെങ്കിൽ അവരനങ്ങില്ല. സേവയ്ക്കും ലോക്യത്തിനും നിന്ന് വല്ലതും മേടിക്കാൻ നോക്കിയുള്ളൂ. ഇപ്പോൾ അവർക്കറിയാം കണ്ണും പിടിയും കാട്ടിയാൽ നടക്കുമെന്ന്. കണ്ണും പിടിയും കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. എന്തോ ആവട്ടെ, എല്ലാം കൊച്ചച്ഛൻ നിശ്ചയിക്കുന്നത് പോലെ വരും. ശരി, പോയി കിടക്കാം. കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആളുറങ്ങാൻ പുറപ്പെട്ടു. കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? എങ്ങനെ വേണമെങ്കിലും വരട്ടെ, നമുക്ക് സുഖമായിട്ട് കഴിഞ്ഞുകൂടാനുള്ളത് നമ്മുടെയിലുണ്ട്. അത് കൊച്ചച്ഛൻ കണ്ടറിഞ്ഞ് നേരത്തെ ചെയ്തിട്ടുണ്ട്. സുഖൂനും വിഷമമൊന്നുമില്ല. പിന്നെ ഭദ്രയല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞുകൂടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കാണ്ടെന്നുമല്ല. പിന്നെ എന്താ നീ പറയണത്? ഞാൻ പറയണതോ? പറയാം. കൊച്ചച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് എങ്ങനെയൊക്കെ പങ്കുവെച്ച് കൊടുത്താലും കുഞ്ഞമ്മ പിന്നെയും പറയും വേണ്ടതൊന്നും തന്നില്ല എന്ന്. അല്ലെങ്കിൽ ചോദിക്കണത് മുഴുവൻ കൊടുക്കണം. എന്നാലും തൃപ്തിയാവില്ല. എങ്ങനെയായാലും കുറ്റം കൊണ്ടാവും കൂലി.
അപ്പോൾ പിന്നെ തമ്മിൽ ഭേദം മിണ്ടാതിരിക്കുകയാണ്. ഇത്തിരി അലോഖ്യാവും എന്നല്ലേ ഉള്ളൂ, സാരമില്ല. കൊച്ചച്ഛൻ എന്താ എഴുതി വെച്ചിരിക്കണം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം, അത് മതി. അപ്പോൾ പുലാവ് നൂറി, അതാണല്ലോ ഇമ്മീഡിയറ്റ് ഡിമാൻഡ്. ഇപ്പോൾ ഒന്നും തീരുമാനിക്കണ്ട, അങ്ങനെ കിടക്കട്ടെ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അതിൻ്റെ ഫലം വഴക്കായിരിക്കും. അതേതായാലും കൂടാതെ കഴിക്കണം. ഉണ്ണിയും പറയണത് അത് തന്നെയാണ്. ഉണ്ണി പറഞ്ഞുല്ലോ, എന്നാൽ പിന്നെ അപ്പീലില്ല, നടക്കട്ടെ. ഒടുക്കം ഞാൻ പറഞ്ഞെടുത്തെത്തും. ഏതായാലും ഇപ്പോൾ ഒന്നും നിശ്ചയിക്കണ്ട, ആലോചിച്ച് തീരുമാനിക്കാം. സമയമുണ്ടല്ലോ, പോവാം, എണീക്ക്. ഭാമിയുടെ തോള് പിടിച്ച് പതുക്കിയൊന്ന് ഞെക്കി. പക്ഷെ അവൾ അവിടെ തന്നെ ഇരുന്നതേ ഉള്ളൂ. പരിഭവിച്ചിരിക്കുന്നു. കുറച്ചു നേരത്തേക്കേ ഉണ്ടാവൂ, അത് കഴിഞ്ഞാൽ താൻ പറഞ്ഞതിനോട് യോജിക്കും. അതവളുടെ സ്വഭാവമാണ്. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നല്ല, അതിലേ കാര്യമുള്ളൂ. കൃഷ്ണനുണ്ണിയും ആദ്യം അതുതന്നെയാണ് പറഞ്ഞിരുന്നത്. ഭാസിയോ കുഞ്ഞമ്മയോ തുള്ളുന്നത് കൊണ്ടൊന്നും ഫലമില്ല. നിയമപരമായി അവർക്ക് യാതൊരു അവകാശവുമില്ല. പിന്നെന്തിനു വിട്ടുകൊടുക്കണം? കൊച്ചച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പറഞ്ഞത് കാര്യമാണ്, പക്ഷേ അങ്ങനെ നിയമം നോക്കി മാത്രം നടക്കാൻ നിവർത്തിയില്ല. കൊച്ചച്ഛനും കുഞ്ഞച്ഛനും തമ്മിലുള്ള ബന്ധം നിയമത്തിൻ്റെ അല്ലല്ലോ. ചേട്ടൻ അനിയനെന്ന് പറഞ്ഞാൽ ജീവനാണ്, അനിയന് ചേട്ടൻ ദൈവവും. കുഞ്ഞമ്മയോട് കൊച്ചച്ഛൻ അത്ര മമതയില്ല, ഏട്ട എന്നേ പറയൂ. എന്നാലും പകയും കറിയും ഒന്നുമില്ല. മക്കളോടാണെങ്കിൽ സ്നേഹവുമാണ്. കരുണനെ കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിലും മിനിയെയും അവളുടെ മക്കളെയും എന്ത് ഇഷ്ടമാണ്. ഭാസിയെയും ഉള്ളുകൊണ്ട് ഇഷ്ടമാണ്. അവൻ സ്വല്പം നയത്തിൽ നിന്നിരുന്നെങ്കിൽ പുലാവ് നൂറിയുടെ പേരിൽ ഒരു കുഴപ്പവും ഉണ്ടാവുമായിരുന്നില്ല. സിമൻറ്റ് ഫാക്ടറിയുടെ കാര്യത്തിൽ കൊച്ചച്ഛൻ സ്വമനസാലെ സമ്മതിച്ചതാണ്. അതിൻ്റെ ചുമതല അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ. അതൊരു നല്ല പ്രോജക്റ്റാണ്. മലേഷ്യയിലെ സകല ദിക്കിലും കെട്ടിടങ്ങളും പാലങ്ങളും ഫാക്ടറികളും പണിയുകയാണ്. സിമൻറ്റിന് നല്ല ഡിമാൻഡാണ്. ഇന്തോനേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും എക്സ്പോർട്ടിനുള്ള സാധ്യതകളുമുണ്ട്. ഹോട്ടലും ക്യാബറയും പോലെ ഹീനമായ ബിസിനസ്സുമല്ല. കാശ് മാത്രമേ വേണ്ടൂ എന്നുള്ളവർക്ക് അതാവാം. ഓയിൽ റിഫൈനറിയുടെ കാര്യവും ഹോഫ്മാൻ സൂചിപ്പിക്കുകയുണ്ടായി. എസ്ഒവിന് താല്പര്യമുണ്ടാവാൻ ഇടയുണ്ട്. അത് പക്ഷേ വലിയൊരു പ്രോജക്റ്റാണ്. ഏതായാലും കെമിക്കൽ ലൈനിലേക്ക് കടക്കണം. അതിനാണ് ഭാവി. രവിയും കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നിൽപ്പ്. അവൻ ഇന്ന് വൈകുന്നേരം മുഴുവൻ അശോകൻ്റെയും ജിമ്മിൻ്റെയും കൂടെയായിരുന്നു. നല്ല കൂട്ടുകെട്ടല്ല, അധികം പ്രോത്സാഹിപ്പിക്കരുത്. പെട്ടെന്നൊന്നും കേടുവന്ന് പോവില്ല. അച്ഛന് നല്ല പേടിയുണ്ടാവും, അങ്ങനെയാണല്ലോ വളർത്തണത്. എന്നാലും അത് പോട്ടെ, സ്വത്തിൻ്റെ കാര്യമാണ് വലിയ പ്രശ്നം. വഴക്കും അലോഹ്യമില്ലാതെ കഴിയണമല്ലോ, അതിത്തിരി ഞെരുക്കം തന്നെയാണ്. ഭാമ പറഞ്ഞത് ശരിയാണ്. രക്തബന്ധമുണ്ട് എന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. 10-20 കൊല്ലമായി കൊച്ചച്ഛനെ നോക്കണത് ഭദ്രയാണ്. കാര്യങ്ങൾ നോക്കി നടക്കുന്നത് താനും. അതിനുശേഷം അഭിവൃദ്ധിയേ ഉണ്ടായിട്ടുള്ളൂ, ധാരാളം ഉണ്ടായിട്ടുണ്ട്. കൊച്ചച്ഛൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ആണെന്നുണ്ടെങ്കിലും അധ്വാനം തൻ്റെ ആയിരുന്നുവല്ലോ. എന്നല്ല, കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് താൻ മുൻകൈയെടുത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതിനുള്ള പ്രതിഫലം കൊച്ചച്ഛൻ തന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. എന്നാലും വെറും രക്തബന്ധത്തിൻ്റെ പേരിൽ അവകാശപ്പെടുന്നവരെക്കാൾ അവകാശം തനിക്കും സുഖൂനും ഭദ്രയ്ക്കുമാണല്ലോ. അല്ലെങ്കിൽ രക്തബന്ധത്തിന് എന്തവകാശമാണ് വാസ്തവത്തിലുള്ളത്? ഭാമ പറഞ്ഞതുപോലെ തറവാട്ട് സ്വത്തൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്തിനു താണു കൊടുക്കണം? യാതൊരു ആവശ്യവുമില്ല. എന്നാലും കുഞ്ഞച്ഛനെ വിചാരിക്കുമ്പോൾ അതാണ് വിചിത്രം. കുഞ്ഞച്ഛന് സ്വത്ത് പങ്കുവെക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്നല്ല, എതിരാണ് താനും. പക്ഷേ കുഞ്ഞമ്മ പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കാൻ കുഞ്ഞച്ഛനെ കൊണ്ട് സാധ്യമല്ല. പാവം തോന്നും കുഞ്ഞമ്മ ചിലപ്പോൾ പെരുമാറുന്നത് കണ്ടാൽ. കൊച്ചച്ഛൻ്റെ മിടുക്കും പൗരുഷ്യവും ഒന്നും കുഞ്ഞച്ഛൻ്റെ 4 അയലത്തൂടിപ്പോയിട്ടില്ല. ശരി, പോവാം. ഭാമ എന്തോ ആലോചനയിൽ നിന്നുണർന്ന പോലെ പറഞ്ഞു. ഓക്കെ, നീ പറഞ്ഞതൊന്നും ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഞാൻ വേറെ ചിലതാണ് ആലോചിച്ചിരുന്നത്. ഭാമ എഴുന്നേറ്റു. മഞ്ഞു തുടങ്ങി. ശ്രീധരമേനൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. വിശറിപ്പനകൾക്കപ്പുറത്തെ താഴ്വരയിലെ വിളക്ക് കാണാം. ചുവന്ന നക്ഷത്രം പോലെ കാണുന്നത് ഹോക്കിൻ്റെ ഹോട്ടൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നാട്ടിയ അപായവിളക്കാവണം. അപായം. ഒരർത്ഥത്തിൽ എത്ര ശരി. കൊച്ചച്ഛൻ്റെ മുറിയുടെ വാതിൽ പാതിയെ ചാരിയിരുന്നുള്ളൂ. ഉള്ളിലേക്ക് എത്തി നോക്കി. നല്ല ഉറക്കമാണ്.
ബെഡ്റൂം ലാമ്പിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ കൊച്ചച്ഛൻ്റെ മുഖത്തെ വിളർപ്പ് ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്ന ശേഷം തിരിച്ച് സിറ്റിംഗ് റൂമിലേക്ക് പോന്നു. പോർട്ടിൽ പെട്ടെന്ന് കാറ് വന്ന് നിന്നു. ഈ നേരത്ത്? കൊച്ചച്ഛൻ്റെ കാറാണല്ലോ. ഭദ്ര ഇറങ്ങി വന്നു. ഭദ്രയോ? എവിടെ ഈ നേരത്തെ എവിടെ പോയിട്ട് വരുന്നു? കുഞ്ഞച്ചിൻ്റെ അവിടെ നിന്ന് പോയതാ. ഭദ്ര ചോദിക്കാതെ തന്നെ വിശദീകരിച്ചു. ഭാനുവിന് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു. നേരത്തെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പോഴേ ഇട കിട്ടിയുള്ളൂ. എന്താ അവൾക്ക്? വയറ്റിലൊരസുഖം. ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ? എന്താണെന്നറിയില്ലല്ലോ. കൊച്ചച്ഛൻ ഉണർന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ചേട്ടത്തിയമ്മയെ ഇരുത്തിയിട്ടാ പോയത്. ഇല്ല, നല്ല ഉറക്കമാണ്. മരുന്ന് കൊടുത്തിട്ടില്ല. ഭദ്ര ബന്ധപ്പെട്ട് കൊച്ചച്ഛൻ്റെ മുറിയിലേക്ക് പോയി. എന്തോ ഒരു പെണ്ണ്. ആർക്കാണെങ്കിലും സ്വല്പം സുഖമില്ല എന്ന് കേട്ടാൽ മതി, പരിഭ്രമം മുഴുവൻ ഇവൾക്കാണ്. അല്ലെങ്കിൽ ഈ നേരത്ത് ഓടിപ്പോവോ? ഇനിയിപ്പോൾ ഭാനുവിന് വേണ്ടി വഴിപാടും പ്രാർത്ഥനയും തുടങ്ങും. ലോകത്തുള്ള സകലരുടെയും ദുഃഖഭാരം ഇവളുടെ തലയിലാണെന്ന് തോന്നും. ശ്രീധരമേനോൻ നെടുവീർപ്പിട്ടു. പാപം, അവൾക്ക് തന്നെയുണ്ട് ഒരാൾക്ക് എടുക്കാവുന്നതിലധികം ദുഃഖഭാരം. ബുജ്ജമ്മൻ എന്ത് പാപം ചെയ്തിട്ടാണാവോ ഈ ശിക്ഷ? അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ന്യായമില്ല. ഗംഗേട്ടൻ ഇവിടെയുള്ള കഥ അവൾക്ക് അറിയുമോ എന്തോ? അല്ല, അറിഞ്ഞാൽ തന്നെ എന്താ? അതാലോചിച്ചു കുറച്ച് കരയും. ഇവള് പുറത്തിറങ്ങി നടക്കാറില്ലാത്തതുകൊണ്ട് തമ്മിൽ കാണില്ലായിരിക്കാം. അതൊരു മഹാഭാഗ്യം. അല്ലെങ്കിൽ എല്ലാം തലയിലെഴുത്താണ്. അതല്ലെങ്കിൽ കൂനിന്മേൽ കുരു പോന്ന പോലെ രാജിയുടെ. അതൊക്കെ ആലോചിച്ചാൽ ഇന്നുറക്കം വരില്ല. അഥവാ അവളും മകളും കരഞ്ഞു കരഞ്ഞു ഉറങ്ങാതിരിക്കുമ്പോൾ താൻ ഉറങ്ങുന്നതിൽ എന്തർത്ഥം? വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് സാവധാനത്തിൽ കോണിക്കിലേക്ക് നടന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭാഗം ഇവിടെ വായിച്ചു കഴിഞ്ഞു. അടുത്ത ഭാഗവുമായി വേഗം എത്താം, വൈകില്ല. താങ്ക് യു.